ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ നല്ല രുചികരമായൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ മീൻ കറി ഉണ്ടാക്കുന്ന രീതിയാണ് ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 തക്കാളി, 2 മീഡിയം സൈസിലുള്ള 2 സവോള, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്തു. ഇനി നമുക്കിതാ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, ഇത് നമുക്ക് ആദ്യം തന്നെ കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് പുളി ആദ്യം തന്നെ നമ്മളൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടി ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ സാധാരണ കറി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷവും ഉലുവ താളിച്ചൊഴിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഈ മെത്തേഡിലാണ് കാണിച്ചു തരുന്നത്. ഉലുവ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഉലുവ നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ എല്ലാ ഉലുവകളും ഒരുപോലെ പൊട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പൊട്ടിക്കഴിഞ്ഞ ഉലുവകൾ ബാക്കിയുള്ള ഉലുവകൾ പൊട്ടുമ്പോഴേക്കും കരിഞ്ഞു പോകും. ഇനി നമുക്കിതാ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ സവോള എല്ലാം തന്നെ നമ്മൾ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് എല്ലാം വഴലാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മളിതാ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മളിതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഉപ്പ് കൂടി ഇട്ടിട്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴലുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ തക്കാളി നന്നായിട്ട് നമ്മുടെ ഉടഞ്ഞു കിട്ടണം കറിയിലേക്ക്. എന്നാൽ മാത്രമേ നമ്മുടെ കറി നല്ല കൊഴുപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഏകദേശം 1 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ ഈ മൂത്ത് വന്ന ഉള്ളി തക്കാളിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പുളി നന്നായിട്ടൊന്ന് തിളച്ച് വേഗം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. നിങ്ങളുടെ അവിടേക്ക് എന്താണ് പറയുക? ഞങ്ങളിവിടെ പുളി തിളച്ച പാടെ മീനിന് ഇടാറില്ല. പുളി ഒന്ന് തിളച്ച് കുറച്ച് നേരം ഒന്ന് തിളച്ച് വെന്തതിന് ശേഷം മാത്രമാണ് ഞങ്ങളിവിടെ മീൻ ചേർത്ത് കൊടുക്കാറുള്ളത്. ഇപ്പോൾ നമ്മുടെ മീൻ കറി ചെറുതായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ പുളി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരം കൂടി നമുക്ക് ഈ പുളി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുളി ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് പുളി വേകുന്ന മണം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ, നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കാം. ഞാനിവിടെ മത്തിയാണ് എടുത്തിട്ടുള്ളത്. മത്തി മീൻ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാതിരിക്കുക. നമ്മളൊന്ന് ഒന്ന് കറിയിലേക്ക് താഴ്ത്തി മീനിനെ വെച്ച് കൊടുത്ത ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് മീൻ വേകാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ മീൻ കറിയിൽ തേങ്ങ അരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് തേങ്ങയൊന്നുമില്ല, ഏകദേശം 1 പിടി തേങ്ങ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് 1 ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരയ്ക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ പെരുംജീരകം ചേർത്ത മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ കറി ഏകദേശം നമ്മുടെ മീനൊക്കെ വെന്തു. നമ്മുടെ മീൻ വെന്തതിൻ്റെ ഒരു സിമ്പിളാണ് ഈ മേലിങ്ങനെ എണ്ണ തൂവി നിൽക്കുന്നത്. ഒരു ടിപ്പാണ്. ഇനി നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീൻ കറി ഇപ്പോൾ ഇത്തിരി നന്നായിട്ട് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളെല്ലാ വീട്ടമ്മമാരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും അല്ലേ.
അപ്പോൾ നമ്മളിതാ കുറച്ചധികം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോറിൻ്റെ കൂടെയാണ് കൂടുതലും ഈ മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മീൻകറി ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതാ ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി നമ്മളിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളി, നമ്മൾ കടുകൊന്നും വറുക്കുന്നില്ല, ഒരു ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവസാനം നമ്മൾ ഈ മൂപ്പിച്ചൊഴിക്കുമ്പോൾ കൂടി നമ്മുടെ ഉലുവയും ചെറിയ ഉള്ളിയും കൂടെ മൂത്ത് ഒഴിക്കുന്നതും ഒരുപോലെയാണ്. ഞങ്ങൾ ചില സമയത്ത് ഇവിടെ ഉലുവ ഈ സമയത്താണ് മീൻ കറിയിൽ ചേർത്ത് കൊടുക്കാറുള്ളത്. അതിന് വേറൊരു ടേസ്റ്റാണ്. നിങ്ങൾ അങ്ങനെയും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഈ രീതിയിൽ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മീൻകറി ഒന്ന് ഇതുപോലെ ചെയ്തു നോക്കണേ. നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി കാണാം.